വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. വെഞ്ഞാറമ്മൂട് കുട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മറ്റ് കേസുകളിലെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ പേരിലാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി എനിക്കും മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ മറ്റ് കേസുകളിലെ കൂടി അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പിന്നെ എങ്ങനെയൊക്കെയാണ് അതിനുശേഷമുള്ള പോലീസ് നടപടികൾ ഉണ്ടാവുക? അതോടൊപ്പം തന്നെ ഇനിയും മൊഴിയെടുപ്പ് പോലെയുള്ള മറ്റ് നടപടികൾ കൂടി ഉണ്ടാവുമോ? കാളിദാസൻ ഇന്നലെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതായത് അഫാന്റെ പിതാവിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പിതാവ് വിശ്വസിക്കുന്നില്ല. പറയത്തക്ക രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. ഉമ്മ ഷെബിയുടെ മൊഴിയിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് സാധാരണഗതിയിൽ വീട്ടാൻ കഴിയുന്ന കടമാണ് എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്. തനിക്കുണ്ടായ സാമ്പത്തിക അവസ്ഥ പോലും വീട്ടുകാരെ അറിയിച്ചിരുന്നില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയമാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. അഫാനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ആശുപത്രിയിൽ തുടരുന്ന അഫാൻ ഇപ്പോൾ റിമാൻഡിലാണെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുവരെ ജയിലിലേക്ക് അയക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകരെല്ലാം വിദഗ്ധർ അറിയിച്ചത്. അതുകൊണ്ട് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം വ്യക്തമാക്കി വരേണ്ടതാണ്. ഏതായാലും അഫാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നാണ് ഡോക്ടർമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന മറുപടി. എന്നാൽ അതിനൊരു ഔദ്യോഗികമായൊരു തീരുമാനമുണ്ടായതിന് പിന്നാലെ ഡിസ്ചാർജ് നടപടിയിലേക്ക് കടക്കണം. ഡിസ്ചാർജ് നടപടി കടക്കുന്നതിന് മുമ്പ് തന്നെ മാനസികാരോഗ്യ നില കൂടി മെച്ചപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷം ഇന്ന് ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മറ്റു കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കും. അതായത് ഇപ്പോൾ നിലവിൽ മുത്തശ്ശി സൽമ ബീബിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റ് 4 കൊലപാതകങ്ങൾ കൂടി, അതായത് വല്യച്ഛൻ ലത്തീഫിന്റെയും ഭാര്യ സാജിദയുടെയും അതോടൊപ്പം തന്നെ അനുജന്റെയും ഒക്കെ ഇനി അനുജന്റെയും കാമുകിയുടെയും ഒക്കെ കൊലപാതകത്തിൽ ഇനി കേസ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും അതെല്ലാം ഈ ഡിസ്ചാർജ് ശേഷം റിമാൻഡിലേക്ക് വിട്ടതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അതേസമയം അഫാനെതിരെ തന്റെ അമ്മ ഷെബി മൊഴി നൽകിയിട്ടില്ല. അതായത് ഈ മകൻ തന്നെ ഉപദ്രവിച്ചതായി പറയുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്ന് തന്നെയാണ് മൊഴി ആവർത്തിച്ച് പറയുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിലും ഇന്നലെ അത് തന്നെയാണ് ആവർത്തിച്ചത്. എന്നാൽ പോലീസ് മറ്റ് കേസുകളിൽ തെളിവുകൾ ശേഖരിച്ചതുകൊണ്ടും പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതിനുശേഷം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചായിരിക്കും കേസുമായി മുന്നോട്ട് പോവുക. കാളിദാസൻ. വിഷ്ണു, ഇപ്പോൾ ഈ ഒരു അമ്മയുടെ മൊഴി തന്നെ അന്വേഷണ സംഘത്തെ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന വിചാരണയിലൊക്കെ വലിയ പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആകെയുള്ള ഒരു സാക്ഷി എന്ന് പറയാൻ സാധിക്കുന്നത് അമ്മ ഷെമിയാണ്. ബാക്കിയുള്ള മൊഴികൾ അല്ലെങ്കിൽ ഈ സംഭവം എങ്ങനെയാണ് നടന്നത് എന്ന് ഈ പ്രതി അഫാന്റെ വായിൽ നിന്നുമാണ് അന്വേഷണ സംഘം തന്നെ തിരിച്ചറിഞ്ഞത്. പിന്നെ പറയാൻ സാധിക്കുന്നത് അമ്മയ്ക്കായിരുന്നു. പക്ഷേ അമ്മ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ അഫാനെതിരെ ഒരു മൊഴി അമ്മ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സങ്കീർണമാകും ഇനി അങ്ങോട്ടുള്ള അന്വേഷണവും അതേപോലെ തന്നെ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വിചാരണയും എല്ലാം എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? കാളിദാസൻ, അങ്ങനെ പൂർണ്ണമായി ആ ഒരു അവസ്ഥയിലേക്ക് പോലീസിന് പ്രതിസന്ധിയിലാക്കില്ല. കാരണം ഈ പ്രതിയുടെ ഉമ്മ ആദ്യം ആക്രമിക്കപ്പെട്ടത് കൊണ്ട് തന്നെ മറ്റു കൊലപാതകങ്ങൾക്ക് സാക്ഷിയാകാനുള്ള സാധ്യത തീരെയില്ല എന്ന് പോലീസിന് തന്നെ നേരത്തെയും വ്യക്തമാണ്. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മാതാവിന്റെ ഈ മൊഴി പോലീസ് ശേഖരിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൽ മാത്രമാണ് പോലീസ് പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇനി പ്രതിയിൽ നിന്ന് മാത്രമാണ് സാധിക്കുക. മറ്റ് സാക്ഷികളില്ലാത്തത് കൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകളും അതോടൊപ്പം ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച തെളിവുകൾ അടക്കം പരിശോധിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആയുധം പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് കൊണ്ടും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക എല്ലാവർക്കും ഒരേ ആയുധം തന്നെയാണ് ഉപയോഗിച്ചതെന്ന് പ്രതി വ്യക്തമാക്കിയത് കൊണ്ടും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതിയാണ് കൃത്യം നടത്തിയതെന്ന് തെളിയിക്കാൻ മറ്റു കാര്യങ്ങൾ വലിയ രീതിയിൽ ആവശ്യം വരുന്നില്ല. എന്നാൽ പ്രതിയിലേക്ക് കുറ്റവാളി പ്രതിയാണെന്ന് തെളിയിക്കാൻ കൂടുതൽ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ
കൂടുതൽ ശാസ്ത്രീയ തെളിവുകളും വേണം. ഏതായാലും പരിശോധന അടക്കം നടത്തി വരുമ്പോൾ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ആ പ്രദേശത്തുണ്ടായിരുന്നതൊക്കെയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. എന്നാൽ ഉമ്മ ഷെമിയുടെ മൊഴി കുറച്ചുകൂടി വ്യക്തമായി ലഭിക്കുകയായിരുന്നെങ്കിൽ ഏറെക്കുറെ എളുപ്പത്തിൽ തന്നെ പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് മാത്രമാണ് ചെറിയ രീതിയിലൊരു പ്രതിസന്ധിയായിരിക്കുന്നത്. എന്നാലും പ്രതിയിലേക്ക് കേസ് ചൂണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലീസിനില്ല. പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തി ഇനി കൂടുതൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇതിലൊരു നടപടി സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഏതായാലും പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. കാളിദാസൻ. യെസ്, അത് തന്നെയാണ്. ഈ ഒരു അമ്മ ഷെമിയുടെ മൊഴി ചെറിയ രീതിയിൽ ഒരു പ്രതിസന്ധി മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുള്ളൂ എന്ന് തന്നെ പറയാം. കാരണം സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം അഫാനെതിരെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രതി നൽകിയ മൊഴി അടക്കം ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മൊഴികളും തെളിവുകളുമെല്ലാം അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഈ അമ്മ ഷെമിയുടേത് മൊഴി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഈ ഒരു കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൊലപാതകം നടത്തിയത് അഫാനാണെന്ന് തെളിയിക്കാനുള്ള ഭൂരിഭാഗം തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വിഷ്ണു കരുണാകരനാണ് നമുക്കൊപ്പം ചേർന്നത്.